ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് ബോട്ടണിയിലെ ഫസ്റ്റ് പാഠമായിട്ട് വരും. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ജീവികളുടെ വർഗീകരണം തന്നെയാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് നേരത്തെ നോക്കുകയാണെങ്കിൽ, ഒന്ന് ജൂലൈ 2018 ചോദ്യത്തിലാണെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ആർ ആപ്ലിക്കബിൾ ടു ബാക്ടീരിയോഫേജസ്. മൂന്നാമത്തെ ചോദ്യമാണ്. ബാക്ടീരിയോഫേജസ് എന്ന് വെച്ചാൽ ബാക്ടീരിയയെ ആക്രമിക്കുന്ന ഫേജസ് മീൻസ് വൈറസ് എന്നാണ്. അപ്പോൾ ദ വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ ആർ കാൾഡ് ബാക്ടീരിയോഫേജസ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് ഏതാണ്? ദേ ആർ ബാക്ടീരിയൽ വൈറസസ്, കറക്റ്റാണ്. ദേ ഹാവ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ, കറക്റ്റാണ്. ദ പ്രോട്ടീൻ കോട്ട് ഈസ് കാൾഡ് ക്യാപ്സിൻ, കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ശരിയായ ഉത്തരം ആൾ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അതേപോലെ ഇത് 2019 മാർച്ചിലെ ചോദ്യമാണ്. അതിലും ഇതിൽ നിന്നൊരു ചോദ്യം, 1 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. മഷ്റൂം, അഗാരിക്കസ്. മഷ്റൂം എന്ന് പറഞ്ഞാൽ കുമിള് അല്ലെങ്കിൽ കൂൺ, ഫംഗസാണ്. അതിൻ്റെ സാധാരണ പേരാണ് മഷ്റൂം. അതിൻ്റെ ജീനസ് നെയിമാണ് അഗാരിക്കസ്. ഇനി അതിന് സമാനമായി ബ്രെഡ് മോൾഡ് മറ്റൊരു ഫംഗസാണ്. ബ്രെഡിലൊക്കെ പറ്റിപ്പിടിക്കുന്ന ഫംഗസാണ്. അതിൻ്റെ ജീനസ് നെയിമാണ് റൈസോപ്പസ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം റൈസോപ്പസ് ആണ്. അപ്പം ഈ 2 ചോദ്യങ്ങളാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിന് 1 മാർക്കാണ്. അപ്പോൾ സാധാരണ ഇതിൽ 1 അല്ലെങ്കിൽ 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്നുണ്ടാകും. അപ്പോൾ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ഇതിൽ പ്രതിപാദിക്കുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഇത് കൊണ്ടുവന്നതും ലിന്നേയസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ നോമൻക്ലേച്ചറും ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷനും ഒക്കെ കൊണ്ടുവന്ന ആളായ ലിന്നേയസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? അക്കോർഡിംഗ് ടു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഓൾ ഓർഗാനിസംസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 2 കിങ്ഡംസ്. അതൊക്കെ ഏതാണ്? അത് ഒന്ന് പ്ലാന്റ് കിങ്ഡം, മറ്റൊന്ന് ആനിമൽ കിങ്ഡം. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവികളെ പ്ലാന്റ്സ് എന്നും അനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവികളെ അനിമൽസ് എന്നും പറയും. ഇപ്പോൾ ഒരു ഓർഗാനിസത്തെ നമ്മൾ കണ്ടാൽ ആ ഓർഗാനിസത്തിൽ പ്ലാന്റിൻ്റേതായ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുവെങ്കിൽ അത് പ്ലാന്റ് കിങ്ഡം. അതല്ല അനിമൽസിൻ്റേതായ ക്യാരക്ടേഴ്സ് കാണിക്കുന്നെങ്കിൽ അത് അനിമൽ കിങ്ഡം. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ അത്ര കണ്ട് സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. അതിന് കാരണം ഒരു ഓർഗാനിസം ചിലപ്പോൾ പ്ലാന്റിൻ്റെ ക്യാരക്ടറും അനിമലിൻ്റെ ക്യാരക്ടറും കാണിച്ചെന്നിരിക്കാം. ഫോർ എക്സാമ്പിൾ ബാക്ടീരിയ, യൂഗ്ലീന. ഈ 2 ഓർഗാനിസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഓർഗാനിസം പ്ലാന്റിൻ്റെയും ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, അനിമൽസിൻ്റെയും ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ, അതേപോലെ വേറെ കുറേ എക്സാമ്പിൾസും ഉണ്ട്. അതുകൊണ്ട് ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മൊത്തം ജീവജാലങ്ങളുടെ ക്ലാസിഫിക്കേഷനിൽ സാറ്റിസ്ഫാക്ടറി ആയി മാറിയില്ല. അതുകൊണ്ട് പുതിയൊരു ക്ലാസിഫിക്കേഷൻ വന്നു. അതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം. കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് വിറ്റാക്കറാണ്. അപ്പോൾ വിറ്റാക്കർ പ്രപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ all organisms are grouped into 5 kingdoms. The first one, kingdom Monera. Second one, kingdom Protista. Third one, kingdom Plantae. Fourth one, kingdom Fungi. Fifth one, kingdom
Animalia. അപ്പോൾ these are the 5 kingdoms. അപ്പോൾ വിറ്റാക്കർ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത് ചില ക്യാരക്ടേഴ്സിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ക്യാരക്ടേഴ്സ്. അല്ലെങ്കിൽ there are certain criteria of 5 kingdom classification. ഒന്നാമത്തെ ക്രൈറ്റീരിയൻ കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ. കോംപ്ലക്സിറ്റി. എന്താണ് കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ? സെൽ എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം, കോശം എന്നാണ്. ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസംസ് ആണ് സെൽ. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് സെല്ലിനെ നമുക്ക് രണ്ടാക്കാം. ഒന്ന് പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. എന്താണ് ഈ പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം? പ്രോ മീൻസ് പ്രിമിറ്റീവ്. കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. യു മീൻസ് ട്രൂ. കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. അപ്പോൾ പ്രോകാരിയോട്ടിക് സെൽ മീൻസ് പ്രിമിറ്റീവ് ന്യൂക്ലിയേറ്റഡ് cell. For example, bacteria, cell membrane, then cell wall, then cytoplasm. The cytoplasm contain a DNA strand or bacterial chromosome which is represented as primitive nucleus or incipient nucleus or nucleoid. അതെല്ലാം നമ്മൾ മൊണേറ പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പഠിക്കും. അപ്പോൾ ഇവിടെ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഈ DNA സ്ട്രാൻഡാണ്, അല്ലെങ്കിൽ DNA ഫൈബറാണ്. അപ്പോൾ ഇതിനെ ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുക, ന്യൂക്ലിയോയിഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്ടിക് സെൽ, അപ്പോൾ യൂകാരിയോട്ടിക് സെല്ലാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു അനിമൽ സെല്ലാകാം, പ്ലാന്റ് സെല്ലാകാം. പ്ലാന്റ് സെല്ലാകുമ്പോൾ സെൽ വാൾ ഉണ്ടാകും, അനിമൽ സെല്ലാണെങ്കിൽ സെൽ വാൾ ഉണ്ടാകില്ല. ഇത് സൈറ്റോപ്ലാസം. അപ്പോൾ ഇത് സെൽ വാൾ, ഇത് സൈറ്റോപ്ലാസം. അപ്പോൾ അതിൽ ക്ലിയർ ന്യൂക്ലിയസ് ഉണ്ടാകും. ഇതാണ് ന്യൂക്ലിയസ്. അപ്പോൾ ട്രൂ ന്യൂക്ലിയസ് മീൻസ് it is covered by a definite membrane called a nuclear membrane or nuclear envelope. But inside the nuclear envelope there is a sap called a nuclear sap. In the nuclear sap, there is a coiled structures which is called a DNA strand or chromatin fiber or chromatin reticulum. In addition to DNA strand, there is another structure which is called a nucleolus. മർമ്മകം. അപ്പോൾ ഇതാണ് ട്രൂ ന്യൂക്ലിയസ്. അപ്പോൾ ഈ ട്രൂ ന്യൂക്ലിയസോടുകൂടിയ സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? യൂകാരിയോട്ടിക് സെൽ. അപ്പം നമ്മൾ പഠിച്ച ഈ 5 കിങ്ഡത്തിൽ കിങ്ഡം മൊണീറ പ്രോകാരിയോട്സ് ആണ്. പ്രോകാരിയോട്ടിക് സെല്ലോടുകൂടിയ ഓർഗാനിസമാണ് പ്രോകാരിയോട്സ്. ബാക്കി 4 കിങ്ഡവും യൂകാരിയോട്സ് ആണ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കോംപ്ലക്സിറ്റി ഓഫ് സെൽ സ്ട്രക്ചർ. ഇനി 2 കോംപ്ലക്സിറ്റി ഓഫ്
body of organisms. That means unicellular organisms and multicellular organisms. In Monera, kingdom Monera includes both unicellular, only unicellular. Monera includes unicellular. Protista includes unicellular. So Monera are unicellular prokaryotes. Monera unicellular prokaryotes. Then kingdom Protista unicellular eukaryotes. But Plantae, Fungi, Animalia, they are mostly multicellular. Then third one, mode of nutrition. You know what is nutrition? Nutrition means an organism obtains and utilizes food. ഒരു ഓർഗാനിസം ആഹാരം സ്വീകരിക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുക. അപ്പം ബേസ്ഡ് ഓൺ അല്ലെങ്കിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ ദ ഓർഗാനിസംസ് മേ ബി ഓഫ് ടു കൈൻഡ്സ്. ദേ ആർ ആട്ടോട്രോപ്സ് ആൻഡ് heterotrophs. Then what is the meaning of autotrophs? Auto means self. Troph means food. Hetero means different. Troph means food. So you know the word meaning of autotrophs. They can prepare their own food. That is self food. Autotrophs. So ബോഷികൾ. But in the case of heterotrophs, different food. They cannot prepare their own food, so they depend on other sources for food. So they are heterotrophs. You know, in the case of Monera, Monera includes both autotrophs and heterotrophs. And also Protista include both autotrophs and heterotrophs. But in the case of Plantae, only autotrophs. But in the case of fungi and Animalia, they are heterotrophs. The fourth criterion, phylogenetic relationships. Phylogenetic relationships. Phylogenetic relationships. You know what is phylogenetic relation? Phylogeny means evolutionary. Jiva Parinamam. What is evolution? All organisms undergo changes. The gradual change, which is called evolution. A phylogenetic relationship means, according to phylogeny or evolution, the first organism, that is Monera. Second organism, that is Protista. Then third, fourth, fifth. Kingdom Plantae, Fungi, Animalia. Monera, they are unicellular prokaryotes. Protista, unicellular eukaryotes. Plantae, multicellular. Fungi, multicellular Animalia. Plantae, autotrophs. Fungi and Animalia, heterotrophs. This is the phylogenetic relationship. But this is about 5 kingdom classification.